അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഹബ്ബീങ്ങളെ, അള്ളാഹുവിന്റെ അപാരമായ നിഅമത്ത് കൊണ്ട് പോരിശാക്കപ്പെട്ട റജബ് മാസത്തിന്റെ പുണ്യമാക്കപ്പെട്ട ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട അമൽ അത് ഇസ്തിഗ്ഫാറാണ്. ശഹറുൽ ഇസ്തിഗ്ഫാർ എന്നാണ് ഉലമാക്കൾ ഈ പരിശുദ്ധ റജബ് മാസത്തെ പരിചയപ്പെടുത്തിയത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് കാണാം, അക്സിറു മിനൽ ഇസ്തിഗ്ഫാരി ഫീ ശഹ്രി റജബ്. റജബ് മാസത്തിൽ നിങ്ങൾ കൂടുതൽ എൻഗേജഡ് ആകേണ്ടത് ഇസ്തിഗ്ഫാറിന്റെ കാര്യത്തിലാണ്. ഇസ്തിഗ്ഫാർ, അള്ളാഹുവിനോട് ക്ഷമാപണം ചോദിക്കുക, മാപ്പ് ചോദിക്കുക, അള്ളാഹുവിനോട് തൗബ ചോദിച്ചുകൊണ്ടിരിക്കുക, പാപപൂർക്കണെന്ന് ആവശ്യപ്പെടുക. അതിൽ നിങ്ങൾ കൂടുതൽ വ്യാപൃതരാകണം. കാരണം ഫഇന്ന ലില്ലാഹി ഫി കുല്ലി സഅത്തിൻ മിൻ ഉതഖാ മിനൻ നാർ. അള്ളാഹുവിന് പരിശുദ്ധ റജബ് മാസത്തിൽ ഓരോ സെക്കൻഡിലും നരകമോചിതർ എമ്പാടുമുണ്ട്. അപ്പോൾ ഓരോ സെക്കൻഡിലും അള്ളാഹു നരകമോചനം കൊടുക്കുന്ന പുണ്യമാസമാണ് റജബ് എന്ന പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട പണി എന്താ? ഈ പാപമോചനം അല്ലെങ്കിൽ നരകമോചനം കിട്ടാനുള്ള മാർഗം എന്താ? ഇസ്തിഗ്ഫാർ ധാരാളമാക്കണം. അപ്പൊ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവര് നിസ്സാരമായ സംഗതിയല്ല. കേവലം പാപം പൊറുക്കൽ മാത്രമല്ല, ഇസ്തിഗ്ഫാർ കൊണ്ട് കിട്ടാത്തതൊന്നുമില്ല, ഇസ്തിഗ്ഫാർ കൊണ്ട് തട്ടാത്തതൊന്നുമില്ല. എല്ലാ ഖൈറും കിട്ടും, എല്ലാ ശർറും തട്ടിമാറ്റും. അതാണ് ഇസ്തിഗ്ഫാറിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സാമ്പത്തികമായ പ്രയാസം എങ്ങനെ തീർക്കാൻ പറ്റും? സാമ്പത്തികമായ ബറക്കത്ത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? ഇസ്തിഗ്ഫാറാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, സന്താനങ്ങൾ, മക്കളെ എങ്ങനെ നമുക്ക്, മക്കളില്ലാത്ത കുടുംബത്തിൽ എങ്ങനെ മക്കൾ നമുക്ക് ആ നിഅമത്ത് നേടിയെടുക്കാൻ പറ്റും? ഇസ്തിഗ്ഫാർ കൊണ്ടാണ്. മക്കളില്ലാത്ത ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ ഇസ്തിഗ്ഫാർ കൊണ്ട് മക്കളുണ്ടായിട്ടുണ്ട്. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഇസ്തിഗ്ഫാർ മക്കൾ ഉണ്ടാകാനുള്ള മരുന്നാണ്. ഉള്ള മക്കൾ നന്നാകാൻ, സ്വാലിഹീങ്ങളാകാൻ, നല്ല മക്കളാകാൻ നമുക്കൊക്കെ എപ്പോഴും ദുആയാണ്. പലപ്പോഴും കമന്റിലൊക്കെ കാണാം മക്കളെ കുറിച്ച്. നമ്മുടെ ആവേശമാണ്, ആനന്ദമാണ്, വലിയ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് നമ്മുടെ മക്കൾ നിലനിൽക്കാൻ അൽഹംദുലില്ലാഹ് ദീനി ചുറ്റുപാടുണ്ടാകാൻ ഏറ്റവും വലിയ മാർഗമാണ് ഇസ്തിഗ്ഫാർ നമ്മൾ ചെയ്താൽ മതി. അൽഹംദുലില്ലാഹ്. അതേപോലെ തന്നെ സന്തോഷമുണ്ടാകാൻ, നമുക്ക് ജോലി കിട്ടാൻ, രോഗങ്ങൾ മാറാൻ, ഏതു പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ നമ്മുടെ മുന്നിൽ പ്രസന്റ് ആകുന്നുണ്ടോ അവിടെയെല്ലാം അൽഹംദുലില്ലാഹ് ഇസ്തിഗ്ഫാർ കൊണ്ട് നമുക്കെല്ലാം നേടിയെടുക്കാൻ പറ്റും, എല്ലാ പ്രശ്നങ്ങളെയും മാറ്റാൻ പറ്റും. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ ഇസ്തിഗ്ഫാറുമായി ബന്ധപ്പെടണം. ഈ പരിശുദ്ധ റജബിന്റെ തീരുന്നത് വരെയുള്ള രാവും പകലും ദിവസവും നോക്കണ്ട, അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോവുക. അതിൽ ഒരു കണ്ടീഷൻ വേണം. ഇസ്തിഗ്ഫാർ ആകണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ? ഇസ്തിഗ്ഫാർ മനസ്സിന്റെ വേദനയോടുകൂടെ നമ്മൾ ഇസ്തിഗ്ഫാർ ചോദിക്കണം. അതോടൊപ്പം ഇസ്തിഗ്ഫാർ ലാസിമാക്കണം. ഒരു ആവേശത്തിൽ ഈ ക്ലാസ് കേട്ടപ്പോൾ ഭയങ്കര ആവേശം വന്നു. ആ ആവേശത്തിൽ ഒരു ദിവസം ഇസ്തിഗ്ഫാർ, പിന്നെയില്ല. 2 ദിവസം ചൊല്ലി, പിന്നെയില്ല. അങ്ങനെയല്ല, ഇസ്തിഗ്ഫാർ ലാസിമാക്കണമെന്നാണ് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അപ്പോൾ ഇസ്തിഗ്ഫാർ നമ്മൾ പതിവാക്കുന്നൊരു, എല്ലാ ദിവസവും ഇസ്തിഗ്ഫാർ ഉണ്ട്. നിസ്കാരം പറ്റാത്ത സമയമുണ്ട്, ഖുർആൻ ഓതാൻ പറ്റാത്ത സമയമുണ്ട്, ഉമ്മമാർക്ക് ചില സമയങ്ങൾ. പക്ഷെ ഇസ്തിഗ്ഫാർ പറ്റാത്ത ഒരു നേരവും ഈ ഭൂമിയുടെ മുകളിലില്ല. എപ്പോഴും ഇസ്തിഗ്ഫാർ പറ്റും. അപ്പോൾ ഇസ്തിഗ്ഫാർ നമ്മൾ ലാസിമാക്കണം തീർച്ചയായും. ഇസ്തിഗ്ഫാറിന് ഏതാ? അസ്തഗ്ഫിറുല്ലാഹൽ അദീം പറ്റുമല്ലോ. അതേപോലെ തന്നെ ഇസ്തിഗ്ഫാറിന്റെ ഒരുപാട് വചനങ്ങൾ പ്രിയപ്പെട്ടവരെ ഹദീസുകളിലും മഹാന്മാരുടെ ഉദ്ധരണികൾ കാണാം. ഈ ഇസ്തിഗ്ഫാറുകൾ, ലോകത്ത് ഇസ്തിഗ്ഫാറിന്റെ പരിശുദ്ധ വചനങ്ങൾ പ്രസന്റ് ചെയ്ത പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ള വഹയിന്റെ വാക്കുകൊണ്ട് സംസാരിച്ച ഒരു വോയിസ് അല്ലെങ്കിൽ ഒരു സംസാരം പരിശുദ്ധ ഹദീസിൽ കാണാം. ഇമാം ബുഖാരി തങ്ങളടക്കം സ്വഹീഹിൽ രേഖപ്പെടുത്തിയ പ്രഗൽഭമായ ഹദീസിൽ കാണുന്നുണ്ട്. എന്താ ഇസ്തിഗ്ഫാർ? സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറുകളുടെ നേതാവ് എന്നാണ്. ഇസ്തിഗ്ഫാറുടെ രാജാവ് എന്ന് പറയാൻ പറ്റുന്ന ഇസ്തിഗ്ഫാർ ഉണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ ഇസ്തിഗ്ഫാർ പ്രിയപ്പെട്ടവരെ ഒരു ദിവസത്തിൽ, അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ പ്രഭാതത്തിൽ ഒരു വട്ടം മനസ്സറിഞ്ഞു പറഞ്ഞാൽ, ഇതിൽ പറയുന്നത് മൂഖിനൻ ബിഹാ എന്നാണ്. ഉറപ്പോടുകൂടെ, ചുമ്മാ ചൊല്ലി നോക്കാം, അങ്ങനെയല്ല, ഉറപ്പോടുകൂടെയാണ് ചൊല്ലുന്നതെങ്കിൽ അൽഹംദുലില്ലാഹ് തീർച്ചയായും അന്ന് ജീവിച്ചിരിക്കുകയാണെങ്കിൽ, അതായത് മരിച്ചില്ലെങ്കിൽ തീർച്ചയായും നമുക്ക് ലാഭമാണ്. പാപങ്ങൾ പൊറുക്കപ്പെടും, ഒരു തെറ്റുണ്ടാവില്ല. മരിച്ചാലോ അപ്പോഴും ലാഭമാണ്. എന്തുകൊണ്ട്? ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗാവകാശിയാണ്. അപ്പൊ ഇത് ചൊല്ലാൻ പറ്റുന്ന ഒരു ദിവസം, ഒന്നിരിക്കൽ അവൻ സ്വർഗാവകാശിയായി എന്ന് മരിച്ചാൽ, ജീവിച്ചിരുന്നാൽ പാപം പൊറുക്കപ്പെടും. ലാഭം ഏതായിരുന്നാലും ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇസ്തിഗ്ഫാർ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതാണ് പ്രിയപ്പെട്ടവരെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വ അന അബ്ദുക وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت.
ഇതാണ് ഇസ്തിഗ്ഫാർ. എളുപ്പമാണ്, നമുക്ക് ഓടിച്ചു പറയാം. എന്താ ഇസ്തിഗ്ഫാറിൽ പറയുന്നത്? അല്ലാഹുവേ, നീയല്ലാതെ ഇലാഹില്ല, നീയല്ലാതെ ആരാധ്യനില്ല, നീയാണ് എന്നെ പടച്ചത്, ഞാൻ നിന്റെ അടിമയാണ്, സമ്മതിക്കുകയാണ്. അതോടൊപ്പം അല്ലാഹുവേ, നിന്റെ കരാറുകൾ, അതേപോലെ തന്നെ നിന്റെ കൽപ്പന, നിന്നോടുള്ള കരാറ്, ഇതെല്ലാം എന്നെ കൊണ്ട് മാക്സിമം കഴിവിൻ്റെ പരമാവധി ഞാൻ അതിലെല്ലാം നിലനിൽക്കാൻ തയ്യാറാണ്. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കും. അൽഹംദുലില്ലാ. അതുകൊണ്ട് പഠിച്ചവനെ അല്ലാഹുവേ, വഅഊദു ബിക മിൻ ശർരി മാ സനഅതു, എൻ്റെ പ്രവർത്തനങ്ങളിൽ വന്ന എല്ലാ മോശത്തരത്തൊട്ടും നിന്നോട് ഞാൻ കാവൽ ചോദിക്കുകയാണ്. എൻ്റെ പ്രവർത്തനം മോശാകുക, ഷർറാക, അതിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുകയാണ്. അതോടൊപ്പം ഞാൻ അഭിമാനത്തോടെ പറയാൻ, നീ എനിക്ക് ചെയ്ത നിഅമത്തുകൾ ഒരു മടിയില്ല, ഞാനത് ആക്റ്റീവായിട്ട് നിന്നോട് പറയുകയാണ്. നീ ഒരുപാട് നിഅമത്ത് ചെയ്തു റബ്ബേ. അല്ലാഹുവേ, ഞാൻ ചെയ്ത തെറ്റുകൾ ചെയ്തു എന്നുള്ള കാര്യം നിന്നോട് പറയാൻ എനിക്ക് മടിയില്ല, കാരണം ചെയ്തു പോയതാണ്. നിന്നോടല്ലാതെ പറയാൻ വേറെ മാർഗ്ഗമില്ല, നീയല്ലാതെ മാപ്പ് തരാൻ വേറെ ഒരാൾക്കും കഴിയില്ല. അതുകൊണ്ട് അല്ലാഹുവേ, ഞാൻ എൻ്റെ സംഭവിച്ചു പോയ തെറ്റുകൾ നിന്നോട് തുറന്നു പറയാൻ, അത് ഞാൻ വെളിവാക്കി പറയാൻ. അതുകൊണ്ട് പടച്ചവനെ അല്ലാഹുവേ, ഫഗ്ഫിർലി, എനിക്ക് പുറത്തു തരണം. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, അല്ലാഹുവേ, നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല. ഈ ഒരു പ്രഖ്യാപനം പ്രിയപ്പെട്ടവരെ, കഴിയുമെങ്കിൽ സുബഹി കഴിഞ്ഞിട്ട് അതിൻ്റെ ദിക്റുകളൊക്കെ കഴിഞ്ഞിട്ട്, മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് ദിക്റുകളൊക്കെ കഴിഞ്ഞിട്ട്, ഇനി നിസ്കാരം പറ്റാത്തപ്പോൾ സഹോദരിമാർക്ക് രാവിലെയും വൈകിട്ടും ഒറ്റ വട്ടം പാരായണം ചെയ്താൽ പ്രിയപ്പെട്ടവരെ പാപങ്ങളൊക്കെ കരിഞ്ഞു പോകും. മരിച്ചാൽ ഉടൻ സഡൻ സ്വർഗത്തിൽ കിടക്കാൻ പറ്റും. വലിയ സൗഭാഗ്യമാണ്. യഥാർത്ഥത്തിൽ സ്വർഗാവകാശിയാണ് ഒരാൾ എന്ന് തിരിച്ചറിയാനുള്ള അടയാളം സയ്യിദുൽ ഇസ്തിഗ്ഫാർ പതിവാക്കി നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാകും. അതുകൊണ്ട് എല്ലാവരും പതിവാക്കണം. അൽഹംദുലില്ലാ, നമ്മുടെ ഈ ക്ലാസ് സജീവമായി നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് ഉമ്മമാർ കമൻറ്റ് നോക്കിയപ്പോൾ എത്ര സന്തോഷമാണ്. സുബ്ഹാനല്ലാഹ്, വലിയ റാഹത്താണ്. എത്ര സന്തോഷം പറയുന്നത്, എത്ര പേരാ ദുആ ചെയ്യുന്നത്. വോയിസിൽ ചെറിയൊരു ശബ്ദത്തിൻ്റെ ഒരു മാറ്റം വന്നപ്പോൾ ഉസ്താദേ പനിയാണോ ജലദോഷമാണോ എന്ന് പറഞ്ഞ് ഒരുപാട് പേര് ദുആ ഇറക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു നമുക്ക് ദീനിൻ്റെ ഖിദ്മത്തിൽ ആഫിയത്തും ആരോഗ്യവും, ഇപ്പോൾ നമ്മുടെ ഈ പഠന ക്ലാസ്സിൽ വിജ്ഞാനത്തിൻ്റെ ഈ നുറുങ്ങുവെട്ടത്തിൽ നമ്മൾ ഒരുമിച്ചൊരു കുടുംബമായതുപോലെ നാളെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഒറ്റ കുടുംബാക്കി അള്ളാഹു കബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരമാവധി നമ്മുടെ ക്ലാസ് കേൾക്കണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ്സിൻ്റെ ലിങ്ക് നമ്മൾ സ്റ്റാറ്റസ് വെക്കണം. അതുമാത്രമല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ തീർച്ചയായും കമൻറ്റുകൾ രേഖപ്പെടുത്തണം. എന്തെങ്കിലും ഒരു വാക്കെങ്കിലും നിങ്ങൾ പറഞ്ഞു പോകണം. ലൈക്ക് നിർബന്ധമാക്കണം. കാരണം ഒരുപാട് പേർക്ക് ക്ലാസ് പോകാൻ ആ പ്രവർത്തനങ്ങൾ കാരണമാണ്. അത് പ്രത്യേകം ഓർക്കണം. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിൻ്റെ കൂട്ടത്തിൽ കൂടണം. വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ താഴെ അതിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലെല്ലാം നമുക്ക് ചേരാവുന്നതാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഒരു ലോക വിജയം, സലാമത്ത്, ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മരിച്ചുപോയവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.